രാധികേ നല്ല കക്ഷിയാ. എനിക്ക് എക്കണോമിക്സിന് ട്യൂഷൻ എടുക്കാന്ന് പറഞ്ഞ് മുങ്ങിട്ട് ഞാനൊരു തിരക്കിലായിരുന്നു. ഞാൻ പോട്ടേടി. അയ്യോ നിൽക്കുന്നോണ്ട് വിരോധമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടല്ല. എന്തിനാ വിളിച്ചത്? കാര്യമുണ്ട്. രാധികയുടെ അച്ഛൻ എന്നോട് ഇങ്ങനെ ചതി കണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ചതിയോ? ആ ഓൾറെഡി വീട്ടിലൊരു ജുരാസിക് ഉള്ളവരറിയാലോ. അതിന്റെ കൂട്ടത്തിൽ ഒരു ഹിപ്പോപ്പൊട്ടാമസിനെ കൂടെ കൊണ്ടു നടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ചിരിക്കണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞു തന്നെ. 10 മണി കഴിഞ്ഞ വീട്ടിൽ കേട്ടില്ല അത്രേ. വാണിങ്ങി എന്നിരിക്കേ. നന്നായി പോയി. നിങ്ങളെയൊക്കെ ചട്ടം പഠിപ്പിക്കണമെങ്കിലേ ഇങ്ങനെ ഒരാളില്ലാതെ പറ്റില്ല. പക്ഷെ എന്റെ തനി സ്വഭാവം അവർക്കറിയില്ല. അധികം ഭരിക്കാൻ വന്നാലേ ഏട്ടത്തമ്മയാണെന്ന് നോക്കൂല. അവരൊരു പാവാന്ന് അച്ഛൻ പറഞ്ഞേ. അല്ലെങ്കിൽ രാധിയുടെ അച്ഛൻ ആരാ പാവം അല്ലാതെ? രാജേട്ടനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കൂടെ? എത്ര കാലം വെച്ചാ നിങ്ങൾ ഇങ്ങനെ അച്ഛനും മക്കളും ലോഡ്ജ് താമസിക്കുന്ന പോലെ ഇങ്ങനെ കഴിയണേ? അല്ല, എന്റെ ട്യൂഷന് പ്രശ്നം എന്തായി? ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞല്ലോ. എപ്പോ? എക്സാം കഴിഞ്ഞിട്ടോ? അത് പിന്നെ ഇന്ന് തന്നെ തുടങ്ങിയാലോ? ഇന്നോ? ആ എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഭൂതോദയം? കാര്യമുണ്ട്. ട്യൂഷൻ എന്റെ വീട്ടിൽ വെച്ചാ ഇപ്പൊ പൊട്ടാമസിട്ട് കൊട്ടു കൊടുക്കാൻ ചിലപ്പോ ഒരു ചാൻസ് കിട്ടുകയും ചെയ്യും. അയ്യോ, ഉടക്കാനാണോ? അതൊക്കെ പറയാം. വാ വാ. എന്താ അവിടെ തന്നെ പറഞ്ഞേ? കേറി വാ. പേടിക്കണ്ട, ഇരിക്കേ. അവര് വന്ന് എന്തെങ്കിലും പറയും, അതിനു വേണ്ടി തന്നെ ഞാനും കാത്തിരിക്കുന്നേ. ഇരിക്കെ. എന്തായാലും എക്കണോമിക്സിന് തന്നെ പാസ്സായി കിടക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പോരെ? എന്താ ഏതായി കുട്ടി? അത് നിങ്ങൾ അറിയണ്ട. എന്റെ മുറിയിൽ പലരും വരും പോവും. നമ്മൾ നമ്മുടെ കാര്യം നോക്ക്. ആഹാ, അത് ശരി. ആഹാ, അങ്ങനെ വരികയും പോവുകയും ചെയ്യാനേ ഇത് സത്രമൊന്നുമല്ല. അടുത്ത മുറിയിൽ മാനമര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ കുടുംബനാഥയാണ് ഞാൻ. എനിക്കറിയണം. അയ്യോ ചേച്ചി, ഞാൻ മേനോന്റെ മോളാ. ഓ, രാധിക. അതെ, രാജേട്ടൻ ട്യൂഷൻ എടുത്തു തരാന്ന് പറഞ്ഞുകൊണ്ട് വന്നാ. ആണോ? അതിന് പറ്റിയ സ്ഥലം ഇവിടെ വേറെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഡ്രോയിങ് റൂമിലിരിക്കാം, ഇല്ലെങ്കിൽ ഡൈനിങ് ഹാളിലിരിക്കാം, ഇതൊന്നും അല്ലെങ്കിൽ പിന്നാമ്പുറത്തെ മരച്ചുവട്ടിലിരിക്കാം. അവിടെ ആവുമ്പോ നല്ല കാറ്റും കിട്ടുമല്ലോ. അല്ലാതെ ഈ മുറിയിൽ അടച്ചിട്ടിരുന്ന് പഠിച്ച ശ്വാസം മുട്ടും മോളെ. അതെ, ഞങ്ങൾക്ക് ശ്വാസം മുട്ടൊന്നുമില്ല. നിങ്ങൾക്കല്ല, എനിക്ക് ശ്വാസം മുട്ടും. ചേടാ, ഞങ്ങളുടെ മുറി ഇരിക്കുന്നത് നിങ്ങൾക്ക് എന്തിനാ ശ്വാസം മുട്ടുന്നത്? അത് പറഞ്ഞുതരാം. അതെ, ഈ പഞ്ഞിയും തീയും കൂടെ ഒരു മുറിയിൽ അടുത്തടുത്തിരുന്നാ പേടിക്കണം. എപ്പോഴാ കത്തുകയെന്നറിയത്തില്ലല്ലോ. അപ്പോഴേ അധികം വാചകം നടിക്കണ്ട. എന്നെ സമയത്തോളം നിങ്ങൾ ഈ വീട്ടിലെ വെറും ഒരു അടുക്കളക്കാരി മാത്രമാ. കൂടുതൽ ഭരിക്കാനൊന്നും വരണ്ട. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഷുവർ, ഐ ഷുഡ് മൈൻഡ്. ഐ വിൽ മൈൻഡ്. യു വേണ്ടായിരുന്നു. വേണം. വന്നു തുടങ്ങിയ ഒരാളാവല് വിടില്ല ഞാൻ. രാധിക ഇരിയടോ. മോളെ, തമ്പി വന്നില്ലേ? ഇല്ല, ഇപ്പോഴെത്തും. വെറുതെ എത്ര നേരം പറഞ്ഞാ വീട്ടിലിരിക്കുക? എന്തെങ്കിലും ഒന്ന് വർത്താനം പറഞ്ഞിരിക്കാൻ ഒരാള് വേണ്ടേ? പാറൂട്ടിക്കാണെ അധിക നേരം കൂടിരുന്ന് വർത്താനം പറയാൻ ഒരു ചമ്മല. മരുമക്കള് കണ്ടാ എന്താ വിചാരിക്കാന്നും പറഞ്ഞു. എന്താ നിനക്കൊരു വല്ലായിക? അയ്യോ, ഒന്നുമില്ല. എനിക്ക് അടുക്കളയിൽ ഇത്തിരി പണിയുണ്ടായിരുന്നു. എന്നാ പോയിക്കോ, ഞാനിവിടെ ഇരുന്നോളാം. തമ്പി ഇപ്പൊ എത്തൂലോ. ഞാൻ പോട്ടെ രാജേട്ടാ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണില്ല. അവരെ പേടിച്ചിട്ട്? അതുകൊണ്ടല്ല, വീട്ടിൽ പറഞ്ഞിട്ടില്ല. ശരി. മിണ്ടിപ്പോരുത്, കുന്നളയും ഞാൻ. അച്ഛന്റെ കാലം കഴിഞ്ഞു, ഇനി എന്തുവാന്ന് വിചാരിച്ചു അല്ലടി? എന്താ? എന്താന്നോ ചോദിച്ചു പുന്നാരമോളോട്. കെട്ടിയൊരുങ്ങി രാവിലെ പുറത്തേക്ക് പോണത് കോളേജിലേക്കാണോ അതോ? ഞാനൊരു തെറ്റും ചെയ്തില്ല. എക്കണോമിക്സിന് ട്യൂഷൻ എടുക്കാന്ന് രാജേട്ടൻ പറഞ്ഞപ്പോ പോയതേ ഉള്ളൂ. വാതിൽ അടച്ചിട്ട് ട്യൂഷൻ എടുക്കണേ? അത് പ്രപഞ്ചിച്ച് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി വെറുതെ ചെയ്തതാ. രാജേട്ടൻ ഇതുവരെ മോശമായിട്ടൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് കാണണമെന്നല്ലോ, ഓർമ്മ വെച്ച കാലം പോലെ രാജേട്ടനെ കാണണല്ലേ. പ്രപഞ്ചിച്ച് അവിടെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ട് എന്നോട് ചോദിച്ചൂടെ? നോക്കൂത്തിയപ്പോൾ ഇരിക്കണല്ലോ ഞാനിവിടെ. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ഇപ്പോഴത്തെ UKG പിള്ളേർക്ക് ഹോംവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ബാക്കിയുള്ള കിടന്ന് മുട്ടയിടുക. പിന്നെ അച്ഛൻ ഇവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കാനാ? ഓ അച്ഛാ, പണ്ടത്തെ കാലമൊന്നുമല്ല. കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ സംശയം ചോദിക്കുന്ന പറയുന്ന വലിയ ആന കാര്യമൊന്നുമല്ല. എന്തായാലും പാർക്കിലും ബീച്ചിലേക്കൊന്നും അല്ലല്ലോ പോയത്, തമ്പിസാറിന്റെ വീട്ടിലേക്കല്ലേ. അവിടെയാണെങ്കിൽ പ്രഭചേച്ചി ഉണ്ടായിരുന്നു. രാധിക നമുക്കറിഞ്ഞൂടെ?
അച്ഛൻ തന്നെ അവളിങ്ങനെ മോശമാക്കാന്ന് വെച്ചാ തീർന്നോ തീർന്നോ ഉണ്ടേ പറ. ഇനി ഏതെങ്കിലും ഞാൻ ജോലി പറ്റു വെച്ചിട്ടുണ്ടോ? പറ പറയാൻ. മേന്നെ വരൂ. ഇങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ ഒരു ചെറുപ്പക്കാരന്റെ മുറി നിറങ്ങി വരണണ്ട പൂട്ട് തൊടണം. തന്റെ മക്കള് തന്നോളായ താനെന്ന് വിളിക്കണമെന്നാ പറയാ. ദേ, അവള് നമ്മുടെ കുട്ടിയല്ലേ. ഇങ്ങനൊരു തെറ്റ് ചെയ്യൂന്ന് തോന്നുന്നുണ്ടോ? അടിച്ചോ? കഷ്ടായി. മോളെ, രാജേന്ദ്രൻ ചീത്തയാണെന്നല്ല അച്ഛൻ പറഞ്ഞത്. നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കണം. നിനക്ക് പറഞ്ഞുതരാനുള്ള പഠിപ്പൊന്നും അച്ഛനില്ല. പഴയ മെട്രിക്കുലേഷനാ. നാട്ടുകാരെ കൊണ്ട് അതും ഇതൊന്നും പറയിപ്പിക്കാൻ ഇടവരുത്താതെ കൊള്ളാവുന്ന ഒരുത്തന്റെ കൂടെ നിന്നെ പറഞ്ഞയച്ചിട്ടേ വിളിക്കാവൂന്ന് പ്രാർത്ഥിച്ച് അടക്കുക അച്ഛൻ. നിങ്ങൾ രണ്ടാളും കൂടി മുറിയിൽ ഒരുമിച്ചിറങ്ങി വരണത് കണ്ടപ്പോ എന്റെ ചങ്കൊന്ന് പാളി. എന്തൊക്കെയോ വേണ്ടാതെ ഞങ്ങൾ ഓർത്തു. മോള്, അച്ഛൻ മാപ്പ് തരണം. $1,50,000 ശരിയല്ലേ മേന്നെ? ആ, പിന്നെ മേന്നെ അറിയാത്ത കാര്യമൊന്നുമല്ല. എന്നാലും പറയാ, ഒരു പ്രൈവറ്റ് കമ്പനി എന്ന നിലയ്ക്ക് നമുക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട്. ഇവിടെ പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളൊന്നും ഇല്ലെന്നറിയാലോ. എന്ന് പറഞ്ഞാൽ ഇതാണ് മേന്ന് ഈ കമ്പനിയിൽ നിന്ന് കിട്ടാവുന്ന അവസാനത്തെ പ്രതിഫലം. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം. എന്നാ ഇറങ്ങട്ടെ. ശരി. മേന്നെ, ഈ ലോകത്ത് പണമില്ലാത്തവൻ വെറും പിണവാ. എന്റെ അനുഭവം അറിയാലോ. ഭൂമി സൂര്യനെ ചുറ്റുന്ന പോലെ മനുഷ്യർ മുഴുവൻ പണത്തിന് ചുറ്റും കറങ്ങുക. തന്റെ ഈ പണം ഇരിക്കുന്നിടത്തോളം കാലമേ തനിക്ക് മാന്യതയുള്ളൂ. ഇതെന്ന് തീരുന്നോ അന്ന് മുതൽ താൻ വെറും തെണ്ടിയാ. ചേടോ, മഹേന്ദ്രൻ തമ്പിയല്ല ചന്ദ്രശേഖര മേനോൻ. എനിക്ക് ഈ വക തലവേദനകളൊന്നുമില്ല. എന്റെ കുടുംബത്തില് ഒരു ധനകാര്യമന്ത്രിയുണ്ട്, പാറൂട്ടി. ഈ ചെക്ക് കൊണ്ടുപോയി അവളെ ഏൽപ്പിക്കുക, അവളുടെ തീരുമാനങ്ങൾക്കൊക്കെ തല ഉലുക്കുക, അത്രയേ ഉള്ളൂ.